അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒന്ന് പോയി ഉംറയെങ്കിലും ചെയ്യണമെന്നുള്ളത്. ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രദേശം അത് മക്കയാണ്. പ്രപഞ്ചത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണ് അത് മദീനയുമാണ്. ഈ ഉംറ വീഡിയോയിൽ മക്കയും മദീനയും അടങ്ങുന്ന ഓരോ സ്ഥലവും അവിടുത്തെ ചരിത്രവും അത്ഭുതങ്ങൾ നിറഞ്ഞ സിയാറത്ത് കേന്ദ്രങ്ങളും പറയുന്നുണ്ട്. മിസ്സാക്കാതെ മുഴുവനായും വീഡിയോ കാണാൻ ശ്രമിക്കുക. വീഡിയോ മുഴുവനും കണ്ടാൽ നിങ്ങൾക്കും പോയി ഉംറ ചെയ്യാനുള്ള ആത്മവിശ്വാസവും ധൈര്യവും കിട്ടും. ഒരു ഉംറ ചെയ്തു വന്നവരെ വിശേഷിപ്പിക്കുന്നത് ഒരു ഉമ്മ പെറ്റ കുട്ടിയെപ്പോലെയാണ്. അതായത് പാപമോചിതനായിട്ടായിരിക്കും അവർ വരിക. ഹറമിൽ നിന്നുകൊണ്ട് എൻ്റെ പാപം അള്ളാഹു പുറത്തു തരുമോ എന്ന സംശയം പോലും പാടില്ലെന്നാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് വിളിച്ച വിളി ആലമുൽ അർവാഹ് എന്ന ലോകത്തിരുന്ന് കേട്ടവരാണ് അവിടേക്ക് ഹജ്ജിനോ ഉംറക്കോ എത്തുക. അതുകൊണ്ട് അള്ളാഹുവിനെ എപ്പോഴും സ്തുതിക്കുക. ഉംറക്ക് 4 സ്റ്റേജാണ് നിർബന്ധമായും പഠിക്കേണ്ടത്. 1 ഇഹ്റാം ചെയ്യൽ, 2 തവാഫ്, 3 സഅയ്, 4 മുടിവെട്ടുകയോ വടിക്കുകയോ ചെയ്യൽ. തവാഫ് എന്നാൽ കഅബയെ ഇടതുവശമാക്കി നെയ്യത്ത് വെച്ച് 7 തവണ ചുറ്റൽ എന്നാണ്. സഅയ് എന്നാൽ സഫ മർവ എന്ന മലയുടെ ഇടയിലുള്ള നടത്തം 7 തവണ പൂർത്തിയാക്കൽ എന്നാണ്. അത് കഴിഞ്ഞാൽ 4ാമത്തെ സ്റ്റേജ് മുടി വെട്ടുകയോ വടിക്കുകയോ ചെയ്യൽ. അതോടുകൂടി ഒരു ഉംറ പൂർണ്ണമാകുന്നതാണ്. ഇനി ഓരോ സ്റ്റേജും ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഇഹ്റാം, ഈ സ്റ്റേജിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇഹ്റാം ചെയ്യുക എന്നാൽ ഉംറയുടെ നെയ്യത്ത് വെക്കുക എന്നാണ് അർത്ഥം. വീട്ടിൽ നിന്ന് ഇഹ്റാമിൻ്റെ സുന്നത്ത് കുളി കുളിക്കുക. ഇഹ്റാമിൻ്റെ സുന്നത്ത് കുളി ഞാൻ കുളിക്കുന്നു എന്ന് നെയ്യത്ത് വെച്ചുകൊണ്ട് കുളിക്കുക. ശരീരം വൃത്തിയാക്കുക, എന്നിട്ട് സുഗന്ധം പൂശുക. ശരീരത്തിലാണ്, വസ്ത്രത്തിലല്ല. പൊതുവെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എയർപോർട്ടിൽ വെച്ചുകൊണ്ടാണ് ഇഹ്റാം വെക്കുന്നത്. അതുകൊണ്ട് പുരുഷന്മാർ ഇഹ്റാം വേഷം കയ്യിൽ കരുതാൻ മറക്കരുത്. തുണിയും മേൽമുണ്ടും ഹാൻഡ് ബാഗിൽ വെക്കുക. വലിയ ബാഗ് ലഗേജ് ഇടുന്നത് കൊണ്ട് ചെറിയ ഹാൻഡ് ബാഗിൽ കരുതുന്നതാണ് നല്ലത്. ഇഹ്റാമിൻ്റെ വേഷം വീട്ടിൽ നിന്ന് മാറ്റണം എന്നില്ല. ഇഹ്റാമിൻ്റെ കുളി മാത്രം കുളിക്കുക വീട്ടിൽ നിന്ന്. അതിനുശേഷം യാത്രയുടെ സുന്നത്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുക, ദുആ ചെയ്യുക, എന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുക. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടതുകാല് മുന്തിച്ച് പുറത്തിറങ്ങാൻ ശ്രമിക്കുക. എയർപോർട്ടിൽ വെച്ച് ഇഹ്റാമിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുക. ഇഹ്റാം ചെയ്യാതെ മിക്കാത്ത് വിട്ട് കടക്കാൻ പാടില്ല. മിക്കാത്ത് എന്നാൽ ഹജ്ജിനും ഉംറക്കും ഓരോ നിശ്ചയിക്കപ്പെട്ട സ്ഥലമുണ്ട്. അതിനെയാണ് മീക്കാത്ത് എന്ന് പറയുന്നത്. മക്കയിലേക്ക് ഉംറക്കു പോകുന്നവർ ആ സ്ഥലം ഇഹ്റാം ചെയ്യാതെ വിട്ട് കടന്നു പോകാൻ പാടില്ലെന്നാണ്. ഒന്നെങ്കിൽ ആ സ്ഥലത്ത് വെച്ച്, അതല്ലെങ്കിൽ അതിനു മുൻപ് ഇഹ്റാം ചെയ്യണം. ഇന്ത്യയിൽ നിന്ന് പോകുന്നവർ എലംലം എന്ന മീക്കാത്തിൻ്റെ മേലെ ഫ്ലൈറ്റിലെത്തുമ്പോഴാണ് ഇഹ്റാം ചെയ്യേണ്ടത്. ചില ഫ്ലൈറ്റുകളിൽ അനൗൺസ്മെൻറ്റ് ചെയ്യാറുണ്ട്, ചിലതിലില്ല. അതുകൊണ്ട് അതിന് മുന്നേ തന്നെ ഇഹ്റാം ചെയ്യലാണ് സൂക്ഷ്മത. ഇനി ഒരാൾ ഇഹ്റാം ചെയ്യാതെ മീക്കാത്ത് കടന്നു പോയാൽ അവർ തിരിച്ചു വീണ്ടും വന്ന് ഇഹ്റാം ചെയ്തു പോകണം. അല്ലെങ്കിൽ മീക്കാത്തിൻ്റെ അപ്പുറത്ത് വെച്ച് അറവ് നിർബന്ധമാണ്. അതുകൊണ്ട് എയർപോർട്ടിൽ വെച്ച് തന്നെ ഇഹ്റാം ചെയ്യുക. ഇഹ്റാമിൽ പ്രവേശിച്ച സ്ത്രീ പുരുഷന്മാർക്ക് നിഷിദ്ധമായി വിലക്കിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നഖം മുറിക്കൽ, മുടിവെട്ടൽ, വിവാഹം, വിവാഹാന്വേഷണം, പക്ഷിമൃഗാദികളെ വേട്ടയാടൽ, ഭാര്യ ഭർത്താക്കൾ തമ്മിലുള്ള പരസ്പരം ബന്ധപ്പെടൽ, വികാരവിചാരത്തോടെയുള്ള നോട്ടം, ശരീരത്തിലോ വസ്ത്രത്തിലോ സുഗന്ധം പൂശരുത്, തലയിലോ തലമുടിയിലോ എണ്ണ തേക്കരുത്, ശരീരത്തിൽ നിന്ന് മുടി നഖം പോലെയുള്ള നീക്കം ചെയ്യരുത്, ഷർട്ട്, പാൻറ്, അടിവസ്ത്രങ്ങൾ, സോക്സ് തുടങ്ങി തല മറക്കാനോ പാടില്ല പുരുഷന്. ചെരുപ്പ് ഉപയോഗിക്കാം, എന്നാൽ കാൽ മറയുന്ന ഷൂ ഉപയോഗിക്കരുത്. ചുറ്റി തൊന്നപ്പെട്ട വസ്ത്രം ധരിക്കരുത്. ബെൽറ്റ് കുഴപ്പമില്ല, 2 വസ്ത്രം മാത്രം പുരുഷന്മാർ ഉപയോഗിക്കുക. പുരുഷന്മാർക്ക് ഉടുക്കാൻ ഒരു മുണ്ടും പുതക്കാൻ ഒരു മേൽമുണ്ടുമാണ് ഇഹ്റാമിൻ്റെ വേണ്ടി ധരിക്കേണ്ടത്. മേൽമുണ്ട് 2 അറ്റം മാറിലേക്ക് വരുന്ന രീതിയിൽ പുതക്കുകയാണ് വേണ്ടത്. സ്ത്രീകൾക്ക് മുഖം മറക്കരുത്, കയ്യുറ ധരിക്കരുത്. സ്ത്രീകൾക്ക് മുഖവും മുൻകൈയും ഒഴികെ ശരീരം മുഴുവനായും മറയുന്ന വസ്ത്രമാണ് ധരിക്കേണ്ടത്. സ്ത്രീകൾ കൈ പൊന്തിക്കുമ്പോൾ പർദ്ദ ഇറങ്ങിയിട്ട് കൈകൾ തൊട്ട് കൈമുട്ട് വരെ വെളിവാകാതിരിക്കാൻ പറ്റിയ സ്പെഷ്യൽ കയ്യുറകളുണ്ട്. ഉംറക്ക് യൂസ് ചെയ്യാൻ പറ്റിയത്, അത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. സാധാരണ കയ്യുറകൾ ധരിക്കരുത്. ഇഹ്റാം കെട്ടിയത് മുതൽ തലമുടി കളയുന്നത് വരെ ഒരു ഹറാമും പാടില്ല. തലമുടി കളഞ്ഞാൽ വീണ്ടും പഴയതുപോലെ വസ്ത്രം ധരിക്കാം.
ഇഹ്റാം നെയ്യത്ത്. അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ ഉംറ ചെയ്യാൻ കരുതി, അതിന് ഇഹ്റാം ചെയ്തു എന്ന് മനസ്സിൽ കരുതുക. അതാണ് ഇഹ്റാം നെയ്യത്ത് എന്ന് പറയുന്നത്. അതോടൊപ്പം അത് പ്രഖ്യാപിക്കുകയും തുറന്നു പറയുകയും ചെയ്യണം. എന്നിട്ട് തൽബിയത്ത് ചെല്ലുക, എന്നിട്ട് ഇബ്രാഹിം സ്വലാത്ത് ചെല്ലുക. അതിനുശേഷം സ്വർഗം ചോദിക്കുക, നരകത്തെ തൊട്ട് കാവലിനെ തേടുക. വേണമെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള കാര്യങ്ങളും ദുആ ചെയ്യാം. ഇവിടെ മുതൽ കഅബ തവാഫ് ചെയ്യുന്നത് വരെ ലബ്ബൈക് അല്ലാഹുമ്മ ചൊല്ലാവുന്നതാണ്. ഇതോടെ ഇഹ്റാം ചെയ്യൽ കഴിഞ്ഞു. യാത്രയിൽ നിസ്കാരം ജമ്മും കസറുമാക്കി നിസ്കരിക്കുക. അത് ആരാണോ നമ്മളെ കൂടെയുള്ള അമീർ അവർ പറഞ്ഞു തരുന്നതാണ് എങ്ങനെയാണ് ജമ്മും കസറുമാക്കുക എന്നുള്ളത്. ആദ്യം നമ്മൾ മക്കയിലേക്ക് പോകുക. അവിടെ റൂമിൽ കയറി ഒന്ന് ഫ്രഷ് ആകുക. അതൊരു സുന്നത്താണ്. ഒരു കാര്യം പ്രത്യേകം എപ്പോഴും ഓർക്കുക, നമ്മുടെ മക്കയിലെ നമ്മൾ താമസിക്കുന്ന റൂം ഈ ഹറമിൻ്റെ പരിധിയിൽ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. എന്തുകൊണ്ടെന്നാൽ മസ്ജിദുൽ ഹറാമിൻ്റെ പരിധിയിൽ ചെയ്തു പോകുന്ന ഒരു തെറ്റിന് 1,00,000 തെറ്റ് ചെയ്ത പോലെയാണ്. അതുപോലെ ഒരു നന്മ ചെയ്താൽ 1,00,000 നന്മ ചെയ്തവരെ പോലെയും. ഹറമിലേക്ക് നടന്നു പോകാൻ എളുപ്പത്തിന് വേണ്ടി പല ആളുകളും തൊട്ടടുത്ത് തന്നെയാണ് റൂമെടുക്കുന്നവർ. അതുകൊണ്ട് അതൊക്കെ നമ്മുടെ മസ്ജിദുൽ ഹറമിൻ്റെ പരിധിയിൽ തന്നെയാണ്. അതുകൊണ്ട് തെറ്റുകൾ ചെയ്യാതിരിക്കാൻ കാര്യഗൗരവത്തോടെ ശ്രമിക്കുക. ഇതാണ് നമ്മുടെ മസ്ജിദുൽ ഹറം എന്ന പള്ളി. ഓരോ കവാടത്തിലെ കാവൽക്കാരായി മലക്കുകളുണ്ടാകും. എങ്ങനെ കയറിയാലും ചെന്നെത്തുന്നത് നടുവിലുള്ള പരിശുദ്ധ കഅബ ഷരീഫിലാണ്. ചെരിപ്പഴിച്ച് നമ്മുടെ ഹാൻഡ് ബാഗിൽ കരുതുക. ഇല്ലേൽ ഒരു കവറിൽ കെട്ടി ഡോറിൻ്റെ പുറത്ത് വെക്കുക. ഒരു ബാഗും ഒരു കുപ്പിയും ഒരു ഉംറയുടെ പുസ്തകവും തസ്ബീഹും എപ്പോഴും കയ്യിൽ കരുതുക. ഇൻ കേസ് എവിടെയെങ്കിലും വഴി തെറ്റിയാൽ നമ്മുടെ ബിൽഡിങ്ങോ ഡോറിൻ്റെ നമ്പറോ നെയിമോ ഓർത്തു വെക്കുക. ഏതെങ്കിലും പള്ളിയിൽ ചെന്നാൽ എനിക്ക് കൂടുതൽ പുണ്യം കിട്ടുമെന്ന് നെയ്യത്ത് വെച്ച് പോകുകയാണെങ്കിൽ ഈ 3 പള്ളികൾ മാത്രമേ ഉള്ളൂ. ഒന്ന് മസ്ജിദുൽ ഹറാം, ഒരു നിസ്കാരത്തിന് 1,00,000 നിസ്കാരത്തിൻ്റെ കൂലിയാണ് മസ്ജിദുൽ ഹറമിൽ. 2 മദീനത്തെ പള്ളി മസ്ജിദുൽ നബവി, ഒരു നിസ്കാരത്തിന് 1000 നിസ്കാരത്തിൻ്റെ കൂലിയാണ് ഈ പള്ളിയിൽ നിസ്കരിച്ചാൽ. 3 മസ്ജിദുൽ അഖ്സ, ഒരു നിസ്കാരത്തിന് 100 റക്അത്തിൻ്റെ കൂലിയാണ്. എപ്പോഴും നമ്മൾ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക് എന്നുള്ളത് എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുക. തവാഫ് തുടങ്ങുന്നത് വരെ ചൊല്ലുക. അതുപോലെ നിർബന്ധമായ വുളു എടുത്തിരിക്കണം. ഹറമിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് ഒരു ഷാഫി മദ്ഹബുകാരനാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ മറ്റു മദ്ഹബുകാരനാണോ അവർ ഹനഫി മദ്ഹബിലേക്ക് മാറണം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യസ്ത്രീ പുരുഷന്മാരെ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ വീണ്ടും വന്ന് വുളു എടുക്കണമല്ലോ. അപ്പോൾ അത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മദ്ഹബ് ചേഞ്ച് ചെയ്യുന്നത്. അത് അമീർ പറഞ്ഞു തരും. നെയ്യത്ത് ചേഞ്ച് ചെയ്താൽ മാത്രം മതി, വേറെ നമ്മൾ കാര്യമായിട്ടൊന്നും ചേഞ്ച് ചെയ്യേണ്ടതില്ല. അങ്ങനെ നമ്മൾ മസ്ജിദുൽ ഹറമിലേക്ക് കടക്കുന്നു. പള്ളിയിൽ കടക്കുമ്പോഴുള്ള ദിക്റുകൾ ചൊല്ലുക. പള്ളിയിൽ ഇരിക്കുന്നതിൻ്റെ എഴുത്തിക്കാഫിൻ്റെ നെയ്യത്ത് വെക്കുക. അല്ലാഹു തആലക്ക് വേണ്ടി പള്ളിയിൽ എഴുത്തിക്കാഫ് ഇരിക്കുവാൻ വേണ്ടി ഞാൻ നെയ്യത്ത് ചെയ്യുന്നു എന്ന് കരുതുക. മനസ്സിൽ കരുതിയാലും മതി, കാരണം ആ ഇരിക്കുന്ന ഓരോ സെക്കൻഡിനും കൂലിയാണ്. എപ്പോഴും ലബ്ബൈക് ലാ ശരീക ലക പറഞ്ഞുകൊണ്ടിരിക്കുക. തവാഫ് തുടങ്ങുന്നത് വരെ ചൊല്ലുക. നമ്മൾ പള്ളിയിൽ കടക്കുന്നതിന് ശേഷം മത്തായിഫിലേക്ക് പോകുന്ന വഴിയിൽ കഅബയെ ആദ്യമായി കാണാൻ പോവുകയാണ്. മീഖാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിച്ചത് മുതൽ തൽബിയത്ത് ചൊല്ലണം. തൽബിയത്തിൻ്റെ രൂപം ഇങ്ങനെയാണ്: ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ഇത് എപ്പോഴും നമ്മുടെ വായിൽ വന്നുകൊണ്ടിരിക്കുക. തവാഫ് തുടങ്ങുന്നത് വരെ ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുക. പുരുഷന്മാർ ഉറക്കനെയും സ്ത്രീകൾ തങ്ങൾക്ക് കേൾക്കാവുന്ന രീതിയിലുമാണ് ചെല്ലേണ്ടത്. പുരുഷന്മാർ മേൽമുണ്ടിൻ്റെ 2 അറ്റങ്ങൾ ഇടത് ചുമലിൽ ആക്കുകയും വേണം. നടന്ന് കഅബയുടെ തൂണുകൾക്കിടയിലൂടെ കാണുമ്പോൾ മുഴുവനായി നോക്കരുത്, താഴേക്ക് നോക്കി നടക്കുക. അങ്ങനെ ഒരു തടസ്സവുമില്ലാതെ മറയില്ലാതെ കഅബ നമ്മുടെ മുന്നിൽ നമുക്ക് മുഴുവനായി കാണും എന്ന സ്ഥലമെത്തിയ നമ്മൾ തല ഉയർത്തി കഅബയെ നോക്കുക. നമ്മുടെ പരിശുദ്ധ കഅബ ഷരീഫ് ആദ്യമായി കാണുമ്പോൾ നമ്മൾ എന്താണോ ദുആ ചെയ്യുന്നത് അത് സ്വീകരിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് എന്താണ് ദുആ ചെയ്യേണ്ടതെന്ന് ആദ്യമേ തീരുമാനിച്ചു വെക്കുക. ബുദ്ധിമാന്മാർ ഇഹലോകത്തേക്കാൾ പരലോകത്തെ കാര്യങ്ങളാണ് ഫസ്റ്റ് ദുആ ചെയ്യുക. എങ്കിലും നിങ്ങൾക്ക് ഇത് ചൊല്ലാൻ ശ്രമിക്കുക: എൻ്റെ എല്ലാ ദുആയും സ്വീകരിക്കണേ അല്ലാ. ഇത് ആദ്യമായി പറയുകയാണെങ്കിൽ ഇത് സ്വീകരിച്ചാൽ മറ്റെല്ലാ ദുആയും സ്വീകരിക്കുമല്ലോ അല്ലാ. ഇങ്ങനെയും ചെയ്യാവുന്നതാണ്.
ഹറമിൻ്റെ ഉള്ളിൽ കഅബയുടെ അടുത്തായിട്ടുള്ള ഈ സ്ഥലത്ത് വെച്ച് എന്ത് ദുആ ചെയ്തു കഴിഞ്ഞാലും അതിനുത്തരം കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. 1. ആദ്യമായി കഅബ പൂർണ്ണമായി കാണുമ്പോഴുള്ള ദുആ. 2. മഖാമുൽ ഇബ്രാഹിമിൻ്റെ പിന്നിൽ നിന്നുള്ള ദുആ. 3. കഅബയുടെ വാതിൽ അടിയിൽ നിന്നുള്ള ദുആ. 4. കഅബയുടെ മുൻതസം ഹജറുൽ അസ്വദിനും കഅബയുടെ ഡോറിനും ഇടയിലുള്ള സ്ഥലം. 5. ഹജറുൽ അസ്വദ് കല്ലിൻ്റെ അവിടെ നിന്നുള്ള ദുആ. 6. ഹിജറുൽ ഇസ്മായിൽ കഅബയുടെ അർദ്ധവട്ടത്തിലുള്ള പുറമേ ഉള്ള ഭാഗം, അതിനുള്ളിൽ നിന്ന് ദുആ ചെയ്ത് കഴിഞ്ഞാലും ഇജാബത്ത് ഉണ്ട്. 7. ഹജറുൽ ഇസ്മായിൽ കഅബയുടെ മേലെയായിട്ട് സ്വർണ്ണപ്പാത്തി ഉണ്ട്. ആ സ്വർണ്ണപ്പാത്തിയുടെ താഴെ നിന്നിട്ടുള്ള ദുആക്ക് ഇജാബത്ത് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ സ്വഹീഹായതാണ്. എല്ലായിടത്തു നിന്നും ദുആക്ക് ഉത്തരം കിട്ടുമെങ്കിലും ഈ സ്ഥലത്ത് നിന്നുള്ള ദുആക്ക് പ്രത്യേകം ഉത്തരം കിട്ടുമെന്ന് ഹദീസുകളിൽ വന്നിട്ടുള്ളതാണ്. കഅബയുടെ ഓരോ മൂലക്കും ഓരോ പേരുണ്ട്. ഹജറുൽ അസ്വദ് എന്ന മൂലക്ക് ഹജറുൽ അസ്വദ് എന്ന കല്ലിരിക്കുന്ന മൂലക്ക് ഹജറുൽ അസ്വദ് എന്നാണ്. അത് കഴിഞ്ഞിട്ടുള്ള മൂലക്ക് റുക്ഉൽ ഹജറുൽ അസ്വദ്, മൂന്നാമത്തേത് റുക്ഉൽ ഇറാഖ് എന്നും റുക്ഉൽ ഷാം എന്നും റുക്ഉൽ യമാൻ എന്നും പേരുണ്ട്. ഹജറുൽ അസ്വദ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ കല്ലാണ്. ഈ കല്ലിനെ നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചുംബിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കല്ലേ, നീ വെറുമൊരു കല്ലാണെന്ന് എനിക്കറിയാം. എൻ്റെ റസൂൽ നിന്നെ ചുംബിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ചുംബിക്കില്ലായിരുന്നു എന്നായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അങ്ങനെ നമ്മൾ തവാഫ് ആരംഭിക്കേണ്ടത് ഹജറുൽ അസ്വദിൻ്റെ മൂലയിൽ നിന്നാണ്. ഇടത് ഭാഗത്ത് കഅബ വരണം. ഹജറുൽ അസ്വദിൻ്റെ നേരെ ചെറുതായി തിരിഞ്ഞുകൊണ്ട് നിൽക്കുക. അധികം തിരിയരുത്, കാരണം നേരിട്ട് തിരിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ഉംറ സ്വീകരിക്കപ്പെടുന്നതല്ല, ഉംറ ബാത്തിലായി പോകുന്നതാണ്. എപ്പോഴും കഅബ ഇടതുഭാഗത്താണെന്നും ഞാൻ ഹജറുൽ അസ്വദ് കടന്നിട്ടില്ല എന്നും ഉറപ്പ് വരുത്തണം. ഈ ചുറ്റലിനിടയിൽ കഅബയ്ക്ക് നേരെയോ ഉൾഭാഗത്തേക്കോ പോകാൻ പാടില്ല. അതുപോലെ കഅബയുടെ ഈ ചെരിഞ്ഞ തറഭാഗത്തിനുള്ളിലും കൈവരാൻ പാടില്ല. അതുപോലെ ഈ യു ടൈപ്പ് ഭാഗം ഹിജർ ഇസ്മായിൽ, അതായത് അത് കഅബയുടെ ഉൾഭാഗമാണിത്, അതിൽ കൈവച്ചുകൊണ്ട് തവാഫ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് നമ്മുടെ ഒരു ഉംറ പൂർണ്ണമാകണമെങ്കിൽ ഒരല്പം മാറി തവാഫ് ചെയ്യുക. പൂർണ്ണമായും കഅബയുടെ പുറത്തുകൂടി വേണം തവാഫ് ചെയ്യാൻ. ഈ കാര്യം നിർബന്ധമാണ് എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. എന്നിട്ട് നെയ്യത്ത് വെക്കുക. നവൈത്തുൽ തവാഫുൽ ഉംറത്തി ലില്ലാഹി തആല. ഉംറയുടെ തവാഫ് 7 ചുറ്റാൻ ഞാൻ നെയ്യത്ത് ചെയ്യുന്നു എന്ന് നെയ്യത്ത് വെക്കുക. തവാഫിൻ്റെ നെയ്യത്ത് വെക്കുക. അങ്ങനെ ഹജറുൽ അസ്വദിലേക്ക് നോക്കി കൈകൊണ്ട് ആംഗ്യം കാണിച്ച് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ചുംബിക്കുക. ശരിക്കും ഹജറുൽ അസ്വദ് ചുംബിക്കുന്ന സുന്നത്ത് കിട്ടണമെങ്കിൽ ഇടയിലോ വേറെ എപ്പോഴെങ്കിലോ ചെയ്താലും മതി. അങ്ങനെ തവാഫ് സ്റ്റാർട്ട് ചെയ്ത് ഒരു ചുറ്റൽ കഴിഞ്ഞ് ഹജറുൽ അസ്വദ് എത്തുമ്പോൾ ഒരു തവാഫായി. അങ്ങനെ 7 തവണ ചെയ്യുക. ഹജറുൽ അസ്വദ് എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള കോർണർ എന്ന് പറയുന്നത് റുക്നുൽ യമനി ആണ്. അവിടെ ചുംബിക്കാൻ പാടില്ല. അവിടെ മുതൽ ഹജറുൽ അസ്വദ് വരെ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനത്തും വഫിൽ ആഖിറതി ഹസനത്തും വഖിന അദാബന്നാർ എന്നുള്ള ദുആ അധികരിപ്പിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ മനസ്സും ശരീരവും അള്ളാഹുവിൽ സമർപ്പിച്ച് ദിക്റുകളും ദുആയും ചൊല്ലുക. ഓരോ ടൈമിലും ചൊല്ലേണ്ട ദിക്റുകളുണ്ട്, അമീർമാർ അത് ചൊല്ലിത്തരുന്നതാണ്. അങ്ങനെ 7 ചുറ്റും തീർക്കുക. അങ്ങനെ തവാഫ് ചെയ്യുക. തവാഫ് 7 തവണ കഴിഞ്ഞതിന് ശേഷം മുണ്ട് കക്ഷത്തിൽ നിന്ന് മാറ്റി തലമറിയാത്ത രീതിയിൽ ശരീരത്തിൽ പുതക്കുകയാണ് വേണ്ടത്. അതിനുശേഷം മഖാമുൽ ഇബ്രാഹിമിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് കഅബയ്ക്ക് നേരെ തിരിഞ്ഞു നിന്ന് തവാഫിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കണം. തിരക്ക് കാരണം മഖാമുൽ ഇബ്രാഹിമിൻ്റെ തൊട്ട് പിന്നിൽ നിന്ന് നിസ്കരിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിന് നേരെ കുറച്ച് മാറി നിന്ന് നിസ്കരിക്കാവുന്നതാണ്. നെയ്യത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തവാഫിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു എന്ന നെയ്യത്ത് വെച്ച് നിസ്കരിക്കുക. ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹ, സൂറത്തുൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്തും, രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസും ഓതുക. നന്നായി ദുആ ചെയ്യുക. അതിനുശേഷം വയറ് നിറച്ച് സംസം വെള്ളം കുടിക്കുക. നിന്നും കുടിക്കാം, ഇരുന്നും കുടിക്കാം. ഇരുന്ന് കുടിക്കലാണ് ഏറ്റവും കൂടുതൽ ഉത്തമം. സംസമിൻ്റെ കാര്യത്തിൽ മാത്രമാണിത്. അതിനുശേഷം ഉംറയുടെ 3ാമത്തെ ഫർളായ സഫ മർവയിലേക്ക് സഹി ചെയ്യാൻ പോവുക. ആ വഴിയിൽ തന്നെയാണ് സംസം വെള്ളമുള്ളത്, അത് കുടിച്ചിട്ട് പോയാലും മതി. സഫ മർവയുടെ ഇടയിൽ 7 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനാണ് സഹി എന്ന് പറയുന്നത്. സഫയിൽ നിന്ന് ആരംഭിച്ച് മർവയിലേക്ക് 1,
മറുവയിൽ നിന്ന് സഫയിലേക്ക് 2, അങ്ങനെ 7 തവണ ചെയ്യണം. സഫമലയുടെ അടുത്തെത്തുമ്പോൾ സൂറത്ത് ബഖറയിലെ 158-ാമത്തെ ആയത്ത് പാരായണം ചെയ്യുക. ഇന്ന സഫ തുടങ്ങി ഷാക്കിർ അലീം വരെ ചൊല്ലുക. സഫമലയിൽ ചെന്ന് നിന്ന് കഅബ കാണുന്ന രീതിയിൽ വേണം നിൽക്കാൻ. എന്നിട്ട് നെയ്യത്ത് വെക്കണം. നെയ്യത്ത് ഉംറയുടെ സഹി 7 ചുറ്റ് ചുറ്റാൻ ഞാൻ നെയ്യത്ത് വെക്കുന്നു. എന്നിട്ട് കഅബയിലേക്ക് നോക്കൽ സുന്നത്താണ്. സഫയിൽ കയറി കഅബയുടെ നേരെ തിരിഞ്ഞു നിന്ന് 2 കൈകളും ഉയർത്തിക്കൊണ്ട് ഇങ്ങനെ ദുആ ചെയ്യുക. അല്ലാഹു അക്ബർ എന്ന് തുടങ്ങുന്ന ദുആ ഉണ്ട്, നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. 3 തവണ പറയുക. ശേഷം ദുനിയാവിനേക്കാൾ കൂടുതൽ പരലോകത്തിന് വേണ്ടി മാക്സിമം ദുആ ചെയ്യുക. എന്നിട്ട് കഅബയിലേക്ക് നോക്കി അല്ലാഹു അക്ബർ എന്ന് ആംഗ്യം കാണിച്ച് ആരംഭിക്കുക. ഓരോ സഅയിലും ചെല്ലേണ്ട ദിക്റുകൾ അടങ്ങിയ ബുക്ക് നമ്മുടെ കയ്യിൽ വെക്കുക, ചൊല്ലുക. അതിനുശേഷം മറുവ മലയിലേക്ക് നീങ്ങുക. കുറച്ച് മുന്നിലേക്ക് ചെല്ലുമ്പോൾ പച്ച ലൈറ്റ് കാണുന്ന ഭാഗത്ത് ചെറിയ ഓട്ടമോ സ്പീഡിൽ നടക്കുകയോ ചെയ്യുക. അത് സുന്നത്താണ്. സ്ത്രീകൾക്ക് വളരെ വേഗത്തിൽ നടക്കുക എന്നത് ബാധകമല്ല. ആ ഭാഗം കഴിഞ്ഞാൽ മറുവ മല എത്തുന്നത് വരെ നടക്കുക. നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏത് പ്രാർത്ഥനയും ചൊല്ലിക്കൊണ്ടിരിക്കാം. സഫയിൽ നിന്ന് മറുവയിലെത്തിയാൽ ഒരു സഹി പൂർത്തിയായി. മറുവയിലെത്തിയാൽ സഫമലയിൽ ചെയ്ത പോലത്തെ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുക. അതായത് ഇന്നൽ ഹംദ തുടങ്ങി, അതായത് അവിടെ ചൊല്ലിയ ദുആകൾ തുടങ്ങി കാര്യങ്ങളെല്ലാം മറുവയിലും ആവർത്തിക്കുക. പച്ച നിറത്തിലുള്ള സ്ഥലം എത്തിയാൽ വളരെ വേഗത്തിൽ നടക്കുകയോ ഓടുകയോ ചെയ്യുക. കഅബയെ നോക്കി സഫയിൽ നിന്ന് മറുവയിലേക്ക് വന്ന പോലെ തന്നെ. അപ്പോൾ 2 സഹി പൂർത്തിയായി. അങ്ങനെ 7 സഹി പൂർത്തിയാക്കണം. സഫ മറുവ 1, മറുവ സഫ 2, അങ്ങനെ 7 തവണ ചെയ്യണം. ഇതിനിടയിൽ വുളു നഷ്ടമായാലും സഹി നിർത്തിവെക്കേണ്ടതില്ല. ഈ സ്റ്റേജിൽ വുളു നിർബന്ധമില്ല, എങ്കിലും വുളു കളയാതെ ശ്രമിക്കുക. 4ാമത്തെ ഫർള് തലമുടി കളയലാണ്. സഹി കഴിഞ്ഞാൽ തല മുണ്ടനം ചെയ്യുകയോ തലമുടി വെട്ടി ചെറുതാക്കുകയോ ചെയ്യണം. ചുരുങ്ങിയത് 3 മുടിയെങ്കിലും വെട്ടുക. തലമുടി പൂർണ്ണമായും വടിച്ച് കളയലാണ് പുരുഷന് ഉത്തമം. സ്ത്രീകൾ 1 വിരൽ തുമ്പ് നീളത്തിൽ തലമുടിയുടെ അറ്റം കൂട്ടിപ്പിടിച്ച് വെട്ടിയാലും മതി. റൂമിലേക്ക് പോകുന്ന വഴിയോ ഷോപ്പിൽ നിന്നോ പുറത്തു നിന്നോ തലമുടി കളഞ്ഞാൽ മതി. തലമുടിയുടെ ഈ സ്റ്റേജ് കഴിയുന്നതോടെ ഉംറയുടെ കർമ്മങ്ങൾ പൂർത്തിയായി. ഇഹ്റാം ചെയ്യുന്നതിന് മുൻപ് എന്തൊക്കെ കാര്യങ്ങൾ അനുവദനീയമായിരുന്നോ അതെല്ലാം ഇവിടുന്ന് അങ്ങോട്ട് അനുവദനീയമായി. അടുത്ത ഉംറ ചെയ്യണമെങ്കിൽ തൊട്ടടുത്തുള്ള ഇഹ്റാം ചെയ്യേണ്ട സ്ഥലത്ത് പോകണം. ഏറ്റവും അടുത്തുള്ള ഇഹ്റാം ചെയ്യേണ്ട സ്ഥലം എന്ന് പറയുന്നത് ആയിഷ പള്ളിയാണ്. അവിടെ പോയി ഇഹ്റാം നെയ്യത്ത് വെച്ച് വീണ്ടും ആദ്യം മുതൽ ഉംറ ചെയ്യുന്ന പോലെ ചെയ്യുക. ഒരാൾക്ക് എത്ര ഉംറ വേണമെങ്കിലും നിർവഹിക്കാം. നിങ്ങൾ ഫ്രീ ആകുമ്പോൾ മാക്സിമം സുന്നത്തായ തവാഫ് അധികരിപ്പിക്കുക. അതിന് ഇഹ്റാം ചെയ്യേണ്ട ആവശ്യമില്ല. ഇഹ്റാമിൻ്റെ വേഷം വേണമെന്നുമില്ല. മക്കയിൽ നിന്ന് വിട പറഞ്ഞു പോരുമ്പോൾ തവാഫുൽ വദാ നിർബന്ധമാണ്, അതായത് വിടവാങ്ങൽ. അത് ചെയ്തില്ലെങ്കിൽ ഒരു അറവ് വേണ്ടി വരും. ഒരു തവാഫ് അതായത് 7 ചുറ്റലാണ് തവാഫുൽ വദാഇൻ്റെ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, തവാഫുൽ വദാ കഴിഞ്ഞാൽ നമ്മുടെ യാത്രയുടെ ആവശ്യത്തിനല്ലാതെ അവിടെ നിൽക്കാൻ പാടില്ലെന്നാണ്. അതുകൊണ്ട് അവിടെയുള്ള എല്ലാ പരിപാടികളും കഴിഞ്ഞാൽ ഏറ്റവും അവസാനം നമ്മുടെ റൂമിലെയും പർച്ചേസിങ്ങും സിയാറത്തും ഇതെല്ലാം കഴിഞ്ഞ് അവസാനം നമ്മളവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നതിന് മുമ്പായിട്ട് ഒന്നും കൂടി കഅബ ഷരീഫിൽ ചെന്നുകൊണ്ട് ചെയ്യേണ്ട കാര്യമാണ് തവാഫുൽ വദാ എന്ന് പറയുന്നത്. മക്കയിൽ നിന്ന് യാത്ര പറഞ്ഞു പോകുന്നവൻ, അല്ലെങ്കിൽ വീട്ടിലേക്ക് പോകുന്നവൻ, അല്ലെങ്കിൽ 2 കസറിൻ്റെ വഴിദൂരം, അല്ലെങ്കിൽ 2 മർഹല ദൈർഘ്യമുള്ള വഴിദൂരം യാത്ര ചെയ്യുകയാണെങ്കിൽ പോലും തവാഫുൽ വദാ ചെയ്തിട്ടേ പോകാവൂ. നേരെ ചെല്ലുക, ഹജറുൽ അസ്വദിൻ്റെ അടുത്തുക. വദാഇൻ്റെ തവാഫ് ഞാൻ നിയ്യത്ത് ചെയ്യുന്നു. എന്നിട്ട് 7 തവണ ചുറ്റുക. 7 തവണ കഴിഞ്ഞാൽ നമ്മൾ മുൽത്തസമിൽ കഅബയുടെ ഡോറിനും ഹജറുൽ അസ്വദിനും ഇടയിലുള്ള ഭാഗം, അവിടെ നമ്മുടെ നെഞ്ച് കഅബയോട് ചേർത്ത് വെച്ച് നന്നായിട്ടൊന്ന് ദുആ ചെയ്യുക. കൽബ് പൊട്ടി ദുആ ചെയ്യുക. ഹജറുൽ അസ്വദ് ചുംബിച്ച് സംസം കുടിച്ച് വിഷമത്തോടെ യാത്രയാകുക. പിന്നെ അവിടെ നിൽക്കാൻ പാടില്ല. പർച്ചേസിങ്ങോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും ചെയ്യാൻ പാടില്ല. മക്കയിൽ കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. മക്കയിലെ അത്ഭുതം നിറഞ്ഞ സിയാറത്ത് ചെയ്യേണ്ട സ്ഥലങ്ങൾ പാർട്ട് 2 വീഡിയോയിലുണ്ട്. 2ാമത്തെ വീഡിയോ എല്ലാവരും കാണാൻ ശ്രമിക്കുക. അല്ലാഹു മഖ്ബൂലും മബ്റൂറുമായ നിലയിൽ ഉംറ നിർവഹിക്കാനുള്ള ഭാഗ്യം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ
നമ്മളെ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യുക. എല്ലാവരിലേക്കും പരമാവധി ഷെയർ ചെയ്യുക. ആരാണോ ഉംറ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.